കാട്ടാക്കട എവിടെ ഉള്ളടായി അടിച്ചതൊക്കെ എടുക്കട്ടെ അണ്ണാ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് രാവിലെ കുഞ്ചുവിന് നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ടായിരുന്നേ. ഇവനാണേ നമ്മുടെ ഇന്നത്തെ സാരഥി. അങ്ങനെ നമ്മളൊരു 8:30 കൂടി ഡ്രൈവിംഗ് ക്ലാസ്സിൽ എത്തിയായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ചേട്ടൻ വന്നായിരുന്നു. അങ്ങനെ കുഞ്ചു നമ്മളോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്നുണ്ട്. ഞാൻ ആ സമയത്ത് നേരെ ശിവൻകോവിലിൽ പോയി നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ഇന്നൊരു സിനിമ കാണാൻ പോകണ്ടായിരുന്നേ. വാഴ 2 ആണ് നമ്മൾ കാണാൻ പോകുന്ന. രാവിലെ തന്നെ വാഴ 2ന്റെ റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ റിവ്യൂ ഒക്കെ കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ചുവിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുഞ്ചുവിനെ മൈലക്കോണത്താക്കിയിട്ട് ഞാൻ നേരെ മുടിവെട്ടാൻ പോവാന്ന് വിചാരിച്ചു. ഞാനിന്ന് മുടിവെട്ടാൻ പോയിട്ട് നമ്മുടെ കലങ്ക് ജംഗ്ഷനിലുള്ള കമലാവിന്റെ മോന്റെ കടയിലേക്കാണ് പോയത്. KPSS ആണ് നമ്മുടെ ചെറുക്കന്റെ കട. ന്യൂ കമൽ ഹെയർ ഡ്രസ്സസ് ആണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈലക്കോണത്ത് നമ്മളെ സ്പാർക്ക് വണ്ടി പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ 2ആയിട്ട് പെയിന്റ് അടിച്ചതാണ്. ഈ സ്പാർക്ക് വണ്ടിയിലും 4 കുപ്പി കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. നമ്മൾ ഇന്ന് പോകുന്നത് എവിടെയാണ്? വാഴ 2 കാണാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മൾ വാഴ 2 കാണാൻ വേണ്ടി നമ്മൾ 6 പേരും കൂടെ നമ്മുടെ സിംജന്റെ വണ്ടിയിൽ പോവുകയാണ്. നമ്മൾ പോയത് കാട്ടാക്കടയുള്ള ശ്രീ കാളിദാസ് തിയേറ്ററിലാണ്. 9 മണിക്കായിരുന്നേ ഷോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. നമ്മൾ സ്ഥിരം പോകുന്ന തോട്ടുമുക്കിലൊരു തട്ടുകടയിലാണ് കയറി. ഇവിടെ ഫുഡ് ഇലയിൽ കിട്ടുന്നത് കൊണ്ട് നല്ല ടേസ്റ്റ് ആണ് ഫുഡിനൊക്കെ. രാത്രി എനിക്ക് വിശക്കും. അപ്പൊ സിനിമ കണ്ടിറങ്ങിയപ്പോൾ താമസിക്കും. അതുകൊണ്ട് കുഞ്ചു പാഴ്സൽ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിലേക്ക് എത്തിയായിരുന്നേ. റിലീസ് ഡേ ആയതുകൊണ്ട് നല്ല റിവ്യൂ ഉള്ളത് കൊണ്ട് നല്ല ആൾക്കാരായിരുന്നു. നമ്മളെല്ലാവരും റിക്ലൈനർ സീറ്റിലാണ് ഇരുന്നത്. നമ്മളെല്ലാ തവണ പോകുമ്പോഴും റിക്ലൈനർ സീറ്റിലാണ് ഇരിക്കാറ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ സിനിമയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ കയറിയ സമയത്ത് ചായയും കൂടെ വാങ്ങിച്ചിട്ടാണ് കയറിയത്. എങ്ങനെയുണ്ട് പടം? കൊള്ളാം, നല്ല പടം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞേ ഉള്ളൂ. നല്ല കോമഡി ഉണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്. സൂപ്പർ പടം. ഹന്തു, മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? വാഴ 2 സൂപ്പർ ആയിരുന്നു. ഫസ്റ്റ് കുറച്ച് ബോറായിട്ട് തോന്നി. സെക്കൻഡ് ഹാഫ് പൊളിച്ചു. ലാസ്റ്റ് കുറച്ച് ഇമോഷൻ ഫീൽ ചെയ്തു. അടിപൊളി. മസ്റ്റ് ആയിട്ടൊന്ന് കാണാം. എനിക്ക് തോന്നിയത് ശരിക്കും ഇതൊരു ആൺകുട്ടികളുടെ പടമാണ്. കാരണം ആണായിട്ട് ജനിക്കാൻ എളുപ്പമാണ്, പക്ഷെ ജീവിച്ച് കാണിക്കാനാണ്. ഇപ്പോൾ ഒരു ആൺകുട്ടി തന്റെ ലൈഫിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും കാണിച്ചു തരുന്ന ഒരു പടമാണ് ഇത്. എനിക്ക് സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം സെക്കൻഡ് ഹാഫിൽ ബിജുക്കുട്ടന്റെ അമ്മൻ വിനായകൻ അവരുടെ ഫാദർ സൺ റിലേഷൻഷിപ്പ് ഒരു രക്ഷയുമില്ലായിരുന്നു. ശരിക്കും ഈ സിനിമയിലെ ബിജുക്കുട്ടന്റെ ഫാദറിന്റെ ക്യാരക്ടർ കണ്ടപ്പോൾ അപ്പയെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു. ഈ സിനിമയിൽ ആദ്യമൊക്കെ കാണിക്കുന്നത് നമ്മുടെ സ്കൂൾ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. സ്കൂൾ ലൈഫൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊക്കെ കറക്റ്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതും വെറും 4 പയ്യന്മാരെ വെച്ചിട്ട്. ശരിക്കും റീൽസ് ഒക്കെ ചെയ്യുന്ന പയ്യന്മാർ നല്ല രീതിയിൽ അഭിനയിച്ചത് ഒരു ചെറിയ കാര്യം നല്ല. ശരിക്കും ഈ സിനിമ അത്ര വലിയ സ്റ്റോറിയൊന്നും ഇല്ല ഗൈസ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടുള്ളത് പോലെ നമുക്ക് തോന്നും ഗൈസ്. ലാസ്റ്റ് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാതെ കുറച്ച് ടെസ്റ്റ് വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കും. ഞാൻ പറയുന്നത് ഈ സിനിമ ഒന്നുകിൽ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ പോയി കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ +2 10 കൂട്ടുകാരോടെ പോയി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ് അടിക്കാൻ മറക്കല്ലേ.